വെൽക്കം റിച്ച് സായി ചാനൽ. ഞാൻ ഗൗരി ജയൻ. ശാന്തിയും സമാധാനവും നിമ്മതി സന്തോഷം ഐശ്വര്യം ആരോഗ്യം ആയുസ് ധൈര്യം ബുദ്ധിയിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കണം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോക സമസ്ത സുഖിനോ ഭവന്തു. സൈറ, അതായത് നമ്മളെ തന്നെയാണ് നമ്മളുടെ കഴിവുകൾ വെളിയിൽ കൊണ്ടുവരേണ്ടത്. എല്ലാവർക്കും നമ്മൾ ജനിക്കുമ്പോൾ എല്ലാവരും നല്ലവരായിട്ടും നല്ല ബുദ്ധിയുള്ളവരുമായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. ഓരോ സാഹചര്യം ഓരോരുത്തരും ഓരോ വിധത്തിലായി പോകുന്നത് അവരുടെ സാഹചര്യവും നമ്മുടെ ബുദ്ധി. നമ്മൾ ഒരു വലിയ കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ ഒരു 10-12 വയസ്സാകുമ്പോൾ നമ്മൾ തന്നെയാണ് ആ ബുദ്ധിയെ നമ്മൾ ഉപയോഗിക്കണം. നല്ലതാണ് മോശം ഏതാണ് എന്നുള്ളതൊക്കെ നമ്മളാണ് തീരുമാനിച്ച് മുന്നോട്ട് പോയവരൊക്കെ അവർ ബുദ്ധിശാലിയായിട്ടും ഇല്ല, അത് പ്രയോജനപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യമാണ്. അല്ലാതെ വേറൊന്നുമല്ല. അവർക്ക് പറഞ്ഞു കൊടുക്കാനും ആ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരും നല്ലതൊക്കെ പറയുമ്പോൾ അതൊക്കെ അനുസരിക്കാൻ പറ്റുന്നവർ അനുസരിക്കും, ഇല്ലാത്തവർ അനുസരിക്കാൻ പറ്റാത്ത അങ്ങനെയൊക്കെ വളരുമ്പോഴാണ് ഇങ്ങനെ പോകുന്നത്. ആരും തന്നെ മോശമായവരോ നല്ലവർ എന്നൊന്നും ഇല്ല. നമ്മൾ തന്നെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. നല്ല കാര്യങ്ങൾ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ നല്ല പ്രവൃത്തി ചെയ്യുന്നത് അത് നമ്മൾ അറിഞ്ഞാൽ മതി. അടുത്തവരെ നമ്മൾ അറിയണം ചെയ്യണം എന്നൊന്നും നമ്മൾ ആഗ്രഹിക്കാതെ അങ്ങോട്ട് ചെയ്തിട്ട് പോവുക. അത് നല്ല കാര്യങ്ങൾ ചെയ്യേ നമ്മളറിയാതെ നമ്മൾ നല്ലവരാണ് എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെട്ടാൽ മാത്രം മതിയാകും. അങ്ങനെ അതൊക്കെയാണ് സായിറ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. പിന്നെ നമ്മൾ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും വന്നിട്ട് എല്ലാവർക്കും ഉള്ളതായിരിക്കും. നമ്മൾ കണ്ടും കേട്ടും ഇതെല്ലാം ചെറുപ്പകാലം തൊട്ടേ എല്ലാം നമ്മൾ അനുഭവിച്ചായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ അധികമായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ നെഗറ്റീവായിട്ടുള്ളതായിരിക്കും. നമ്മൾ ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതേക്കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവും പോസിറ്റീവായ കാര്യങ്ങൾ നടക്കും നിറയെ. ആ പോസിറ്റീവൊന്നും നമ്മൾ അധികം വിചാരിക്കില്ല, ഓരോ നല്ല കാര്യങ്ങളും വിചാരിക്കില്ല. ഈ മോശമായ ചീത്ത കാര്യങ്ങൾ എന്താണോ ഉള്ളത് അതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ മെമ്മറി അതിലായിരിക്കും കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ അതേക്കുറിച്ച് ആലോചിച്ചാണ് നമ്മൾ ആരാണെന്നുള്ളത് നമ്മളെ അറിയാതെ പോകുന്നത്. നമ്മുടെ കഴിവ് എന്താണെന്നുള്ളത് നമ്മളറിയാതെ പോകുന്നത് അതായിരിക്കും. അതേക്കുറിച്ചായിരിക്കും ആലോചന. അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അത് അവർ പറഞ്ഞു, ഇത് ഇവർ പറഞ്ഞു, അതൊന്നും നമ്മൾ ആലോചിക്കരുത്. അത് അപ്പം എന്തായാലും ഞാനിപ്പോൾ അങ്ങനെ കേൾക്കാത്തവളോ ചെയ്യാത്തവളോ അതൊന്നും അല്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ പറയുന്നത് അതൊക്കെ നമ്മൾ വിചാരിച്ചു കൊണ്ടിരുന്നാൽ അതെല്ലാം വേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇനിയെങ്കിലും അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മളായ നെഗറ്റീവായ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതേക്കുറിച്ച് ആലോചിച്ചായിട്ട് ഇരിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഞങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടാവില്ല, വെറുതെ വേസ്റ്റാണ്. നമ്മുടെ ഓരോ രോഗങ്ങളെ നമ്മൾ വരുത്തി കൂട്ടുകയല്ലാതെ നമുക്കൊരു സന്തോഷം അതിൽ കിട്ടുന്നതല്ല. അതുകൊണ്ട് നല്ല കാര്യം എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്നത് ആ നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുക, സന്തോഷിക്കുക. അല്ലാതെ നമ്മൾ ഈ മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ദേഹത്തെ കേടുവരുത്തരുത്. അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ നമ്മളിപ്പോൾ വലിയ ആളൊന്നും ആകണ്ട എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക സായിറ. അത്ര തന്നെ. നമ്മൾ ആരാണെന്നോ അടുത്തവരൊന്നും നമ്മളെ ആരും ഒന്നും തീരുമാനിക്കാൻ അനുവദിക്കരുത്.